പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന വിരുദ്ധ നിലപാടിനുമെതിരെ CPMന്റെ നേതൃത്വത്തിൽ ഡിസംബർ 16-ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ചിറ്റാരിക്കൽ ലോക്കൽ സെക്രട്ടറി N. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി A. അപ്പുക്കുട്ടൻ, TK ചന്ദ്രമ്മ, NM പ്രസാദ്, PK മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ ഇരുചേരിയായി പോരടിക്കുകയാണെന്നും ഇതുമൂലം ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്നും ജലനിധി ജലജീവൻ ശുദ്ധജല പദ്ധതി പാതി വഴിയിലാണെന്നും ഗ്രാമീണ റോഡുകളുടെ തുടർ നടപടികൾ നടക്കാത്തതും ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ തുക വിലയിരുത്താത്തതും ലൈഫ് ഭവന പദ്ധതിയുടെ മെല്ലപ്പോക്കും പഞ്ചായത്ത് ഓഫീസിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കളവ് പോകുന്നു എന്നതും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണെന്നും അത് തുറന്നു കാട്ടാനാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം ചെയ്തതെന്നും CPM നേതാക്കൾ പറഞ്ഞു. ആ നിലപാട് ശരിയായിരുന്നു എന്ന് ഈ മലയോരത്തെ എല്ലാ നിവാസികളെ സംബന്ധിച്ചും രാഷ്ട്രീയം ഉള്ളവരും ഇല്ലാത്തവരും അഭിപ്രായ വ്യത്യാസമുള്ളവരും ഇല്ലാത്തവർക്കുമെല്ലാം ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈസ്റ്റേൺ ഏരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച കാലയളവായിരുന്നു ആ കാലം. ഈസ്റ്റേൺ ഏരിയയിൽ അതിനു മുമ്പും അതിനുശേഷവും ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലയളവില്ല. അതിന് രണ്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന്, സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് 2014 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ വികസന രംഗത്തെ നിലപാടുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മലയോര മേഖലയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. എന്നാൽ അന്നും ചില ആളുകൾ പറഞ്ഞു ഇതെല്ലാം ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ് ഇതെല്ലാം വന്നതെന്നാണ് എന്ത് ചെയ്യുന്നത് ചിലർ പ്രഖ്യാപിച്ചത്. ഇപ്പൊ മലയോര ഹൈവേ നന്ദാരപദവിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തിന്റെ മലയോര പ്രദേശത്ത് കൂടി തിരുവനന്തപുരം നഗരത്തെ സ്പർശിച്ചു പോകുന്ന ആ മലയോര ഹൈവേയുടെ കോളിച്ചാൽ ചെറുപുഴ ബീച്ച് ഉൾപ്പെടെ അതിന് നടപടിക്രമങ്ങൾ ഉൾപ്പെടെയെല്ലാം, അതുപോലെ ഇവിടെ അധ്യക്ഷൻ സ്വാഗത പ്രസംഗത്തിൽ PK സൂചിപ്പിച്ച ഒട്ടനവധി വികസന പദ്ധതികൾ, ഇതെല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്ന രീതിയിലേക്ക് ചിലർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ കഴിവ് അവർക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോ എന്തേ പല കാര്യങ്ങളും നടക്കാത്തത്? അതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ട് CPIMന്റെയും ഇടതുപക്ഷത്തിന്റെയും. ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിക്കൊണ്ടാണ് അന്ന് CPIM സ്വീകരിച്ചത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മലയോര മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM 2014 വെള്ളരിക്കുണ്ടിൽ വെച്ചുകൊണ്ട് ഒരു മലയോര വികസന സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. ആ സെമിനാറിനകത്ത് ഈ മലയോര മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ പരിശോധന നടത്തി ഒരു രേഖ CPIMന്റെ ഗഡേരി ഏരിയ കമ്മിറ്റി 2014 രൂപീകരിച്ച മലയോര മേഖലയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ പറയുന്നു 90% കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണത്തിന്റെ കാലത്ത് നടപ്പിലാക്കാൻ, ചിലത് പൂർത്തീകരിക്കാൻ, ചിലത് നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്ന അഭിമാനം ഈ മലയോരത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് CPIMനുണ്ട്. CPIMന്റെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ മലയോര പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ആ കാലഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ചിലപ്പോ സ്ഥലം ഏറ്റെടുത്തു വികസന പദ്ധതി വരണമെങ്കിൽ ആ വികസന പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ എല്ലാ ആളുകളുടെയും സഹായം വേണം. അതിനാവശ്യമായ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാൻ, ആ കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ടുള്ള ഇടപെടൽ നടത്താൻ എല്ലാം പഞ്ചായത്തിന്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സഹകരണ മനോഭാവത്തോടു പഴയകാലത്തുള്ള രാഷ്ട്രീയ അഭിപ്രായം മാറ്റിവെച്ച് CPIMുമായി യോജിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന നിലപാടിലേക്ക് കോൺഗ്രസിൽ ഉൾപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിലാണ് അതിനെ സ്വീകരിക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ, അതിനനുസൃതമായി കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് CPIM തയ്യാറായി കൊണ്ടുപോകുന്നത്. അത് കേരളത്തിലെ CPIM സ്വീകരിക്കുന്ന പൊതു നിലപാട് ഒന്ന് BJPക്കെതിരായി ഒരു കാരണവശാലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തിനകത്ത് BJPയെ പിന്തുണക്കുന്ന ഒരു നിലപാട് CPIM സ്വീകരിക്കില്ല. അതുപോലെ തന്നെ മുസ്ലിം മത തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള SDPI ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ഒരു തരത്തിലുള്ള ബന്ധവും CPIM പ്രാദേശികമായിട്ടോ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലോ ഉണ്ടാക്കില്ല എന്ന നിലപാട് CPIM കൊടുത്തുകൊടുത്തു. അതുപോലെ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വവുമായി CPIM അധികാരം പങ്കുവെക്കുന്ന ഒരു സംവിധാനത്തിലേക്കും CPIM പോകില്ല എന്ന നിലപാട് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി കൊടുത്തു. ഈ 3 നിലപാടുകൾ നിന്നുകൊണ്ടാണ്
CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയും ഇവിടെ പാർട്ടി സഖാക്കളും എടുത്ത നിലപാട്, ആ നിലപാട് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിനകത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. എങ്ങനെയാണ് നട്ടായത്, എങ്ങനെയാണ് പോയത്? കാരണം എന്താ വെച്ചാൽ ഈ ചില ആളുകൾ എങ്ങനെ ചേർന്നാലും ചിലപ്പോൾ ചേരില്ല. അങ്ങനെയുണ്ടല്ലോ സ്വാഭാവികമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും കോൺഗ്രസിന്റെയും ചുരുക്കൂട്ടിൽ നിന്നും എങ്ങനെ നന്നാക്കിയെടുക്കാൻ വന്നാലും സ്വാഭാവികമായി അതിനനുസൃതമായി കൊണ്ട് മാറൂല. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജെനറ്റിക് ആയിട്ടുള്ള ഗുണമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിച്ചു. വിശ്വാസവഞ്ചന കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് DDF-ുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനെ കൊണ്ട് CPIM തയ്യാറായത്. ആ ബന്ധം വിച്ഛേദിക്കുന്നതല്ല, ചില നിലപാടുകൾ ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. CPIM ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രീതിയിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ചില നിലപാടുകൾ, ആ നിലപാടുകളിൽ CPIM-ൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം പറയേണ്ട ഫോറത്തിലൊക്കെ പറഞ്ഞു, നടക്കണില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഈ പഞ്ചായത്ത് ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ സ്വകാര്യമായി നേട്ടങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച CPIM-ൽ പോകാൻ വേണ്ടി അങ്ങനാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.